3 ഗ്ലാസ് അരി നമുക്ക് കുതിരാൻ വയ്ക്കാം. നമുക്ക് ഒരു 30 മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കാം. നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല അല്പം തയ്യാറാക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിന് വേണ്ടി നമ്മൾ പേസ്റ്റ് ആക്കുന്നില്ല. അല്പം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, അല്പം ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ പരുവത്തിൽ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളൊരു കുക്കർ അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമുക്കതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൂടെ അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അധികം നെയ്യ് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട്. അതിലേക്ക് ഒരു വയണയില, 3 ഏലക്കയും ഒരു കറുവപ്പട്ട 2-3 കഷ്ണമായിട്ട് പൊടിച്ചത്. അത് മൂക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വയണയിലൊക്കെ വഴണ്ടിട്ടുണ്ട്. നമുക്ക് സവാള ഇടാം. സവാള ഇട്ടൊന്ന് വഴറ്റാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് ഇതിലോട്ട് തട്ടിയിടാം. നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി അല്പം, കുറച്ച് മുളക് പൊടി ചൂടിടാം, കുരുമുളക് പൊടി അല്പം, അല്പം ഗരം മസാല. ഇത്രയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് മൂപ്പിക്കാം. എണ്ണ മൂത്തതിനകത്ത് നമുക്ക് പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ട അരിഞ്ഞ് അതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 തക്കാളിപ്പഴം അരിഞ്ഞ് ചേർക്കാം. നമുക്ക് പുളിയില്ലാത്ത തൈര് അല്പം എടുക്കാം. ഞാനൊരു 3 തവി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി. നമുക്ക് ഈ തൈരും മസാലയും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കാം. തക്കാളിക്കൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ആ തൈര് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല ഇടാം. കുറച്ചേ കിട്ടിയുള്ളൂ. ബാക്കി നമുക്ക് മല്ലിയില ഇടാം. നല്ലോണം കൂട്ടി വയ്ക്കുക. നമുക്കപ്പം അല്പം സവാളയോടെ വറുത്ത് വയ്ക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാൻ 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ അരി മസാലയുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നിങ്ങൾ ഇടുന്ന അരിയുടെ പരുവം അനുസരിച്ച് വേണം നിങ്ങളും വെള്ളം ചേർക്കാൻ. ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കണം. ഉള്ളിയുടെ മൂപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാഷ്യൂം കൂടി ഇടാം. നമ്മുടെ മസാലയെല്ലാം അരിയും കിടന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മുട്ട വാരി വയ്ക്കാം.
മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂവും കൂടെ ഇടാം. ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ അടിപൊളി കുക്കറിലെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.